മുൻ സംസ്ഥാന പ്രസിഡന്റ് TCV ദിനേഷ് കുമാറിൻ്റെ ജ്യേഷ്ഠൻ, മാത്തിൽ യൂണിറ്റ് മെമ്പർ ആതിര വി, ചൊവ്വ യൂണിറ്റ് മെമ്പർ ജിത പിയുടെ മാതാവ്, ചൊവ്വ യൂണിറ്റ് മെമ്പർ ശിശിർ പിയുടെ മാതാവ്, ചക്കരക്കൽ യൂണിറ്റ് മെമ്പർ വാസു, ചെറുകുന്ന യൂണിറ്റ് മെമ്പർ ശ്രീജേഷ് പിയുടെ പിതാവ്, ചൊവ്വ യൂണിറ്റ് ട്രഷറർ സുമേഷ് കെയുടെ മാതാവ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റസീജ് കുമാർ KVയുടെ ജ്യേഷ്ഠൻ, തലശ്ശേരി സൗത്ത് യൂണിറ്റ് മെമ്പർ ഉഷ K, കണ്ണൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ജസിത് പിയുടെ പിതാവ്, ചെറുകുന്ന യൂണിറ്റ് മെമ്പർ മോഹനൻ MPVയുടെ മാതാവ്, സംസ്ഥാന സമിതി അംഗം ശശീന്ദ്രൻ സിയുടെ പിതാവ്, കൂത്തുപറമ്പ് യൂണിറ്റ് മെമ്പറും തലശ്ശേരി ഏരിയ ജോയിന്റ് സെക്രട്ടറിയുമായ പ്രദീപ് CH, ചെറുകുന്ന യൂണിറ്റ് മെമ്പറും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ മധുസൂദനൻ KCയുടെ ഭാര്യ സഹോദരൻ, ചക്കരക്കൽ യൂണിറ്റ് തുടക്കകാലം മുതലുള്ള മെമ്പർ രാമനാഥൻ KS, പാനൂർ യൂണിറ്റ് മുൻ സെക്രട്ടറി ബിജേഷ് CP, കർണാടക ഷിരൂർ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അർജുൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങി അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ ലെൻസ്വേഡ് മെമ്പർമാർ, കുടുംബാംഗങ്ങൾ എന്നിവരിലുള്ള ആദര സൂചകമായി ഈ യോഗം 1 മിനിറ്റ് മൗനം ആചരിക്കുന്നു. സംഘടന കടന്നു പോകുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ സംഘടനയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിൽ വരുത്താൻ വേണ്ടി സാധിക്കുന്നതിനെ പറ്റിയുള്ളൊരു തുറന്ന ചർച്ച തന്നെ ഇന്ന് നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ ഉദ്ഘാടനം എത്തിയിട്ടുള്ളത് നമ്മുടെ മയിൽ പഞ്ചായത്തിൻ്റെ നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ രവി മാണിക്കോത്താണ്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റൊരു നിറസാന്നിധ്യമായിട്ടുള്ള ശ്രീ അസ്നാർക്ക, അദ്ദേഹത്തെയും എല്ലാവർക്കും വേണ്ടി ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ ലെൻസ്വെഡ് ബാബു ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ച സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി വളരെ ആഴത്തിലുള്ളൊരു പഠനം ഇത് സംബന്ധിച്ച് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത് 1999 രൂപം കൊണ്ടിട്ടുള്ള ഈ മേഖലയിൽ ഉള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും അതുപോലെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ളൊരു സംഘടനയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ലൈസൻസ്ഡ് എൻജിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ. അപ്പോൾ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ മേഖലകളിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മളെ പഞ്ചായത്തിൽ സ്ഥിരമായി വരുന്ന ആളുകളാണ്. നാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വർഷങ്ങളായി പറയുന്നത് തന്നെയാണ്.
ഒരു നിർമ്മാണ മേഖലയെ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ പ്രത്യേക വകുപ്പ് രൂപീകരിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ക്വാളിറ്റി ജില്ലാ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും വില നിയന്ത്രണം ജില്ലാ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഇടപെട്ട് നടപ്പിൽ വരുത്തണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് നിർമ്മാണത്തിൽ ചെലവ് കുറഞ്ഞതും ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുകയും അത് സമൂഹത്തിനൊരു മാതൃകയായി കാണിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും അതിനൊരു സ്വീകാര്യത വരുത്തുന്നതുമായി ഗവൺമെൻറ് തന്നെ അതിൽ മുൻകൈയെടുത്ത് ഇടപെടലിൽ കൺസ്ട്രക്ഷനിൽ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റുകൾ വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ക്ഷേമനിധിയും അതുപോലെ പെൻഷനും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ തോതിലൊരു സംരംഭകനാണ്, പുതിയൊരു സംരംഭകനാണ്. കുറേ വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ കുറച്ചു കാലം ഈ ടൈൽസുമായി ബന്ധപ്പെട്ട ഷോപ്പുകളിലാണ് ജോലി ചെയ്തത്. അപ്പോൾ ഈ ഫീൽഡുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുപോലെ RK സെറാമിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ 18 വർഷം വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സംരംഭം ഞാൻ തുടങ്ങിയതാണ്, എംപയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് ടൈൽ സൊല്യൂഷൻ, ഓൾ ദി ടൈൽ സൊല്യൂഷൻ. ടൈൽസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമോ എല്ലാ സാധനവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്നത്തെ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് വെബർ എന്ന കമ്പനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെബറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല. സാറ്റ്ഗോവിൻ്റെ ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചതും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ സഹായ സഹകരണവും എംപയർ മാർക്കറ്റിങ്ങിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതായത് എൻജിനീയേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണ മേഖലയിലുള്ള ആൾക്കാരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ മേലിൽ നിങ്ങളെല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, ഞാൻ നേരിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. 1-2 സ്പെഷ്യൽ പ്രോഡക്റ്റുകളുണ്ട് സാറിന്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന പ്രോഡക്റ്റാണ്. ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിമൻടോണിക് പ്ലസ് എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര്. നമ്മളിന്ന് ഇന്ത്യക്കകത്ത് ടോട്ടൽ ടൈല് ലേ ചെയ്യുന്നതിൻ്റെ വെറും 10 അല്ലെങ്കിൽ 12% മാത്രമേ ഇപ്പോഴും അഡ്ഹസീവ് ഗമ്മിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം പഴയ ട്രഡീഷണൽ സിസ്റ്റം പ്രകാരം പരുക്കം കൂട്ടി ബെഡ് ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. അതിനകത്ത് നമുക്ക് സിമൻറ്റ്, സാർമാർക്ക് അറിയാം, സിമൻറ്റ് സെറ്റാവാൻ വേണ്ട മെയിൻ ഘടകം വെള്ളമാണ് അല്ലേ. വെള്ളം നമുക്ക് കിട്ടിയാൽ മാത്രമേ സിമൻറ്റ് സെറ്റാകത്തുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈലുകൾ എന്ന് പറയുന്നത് വെള്ളം വലിച്ചെടുക്കാത്ത വെട്രിഫൈഡ് ടൈലും അതിൻ്റെ മേലേക്കുള്ള ടൈലുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെട്രിഫൈഡ് ടൈൽ എന്ന് പറയുന്നത് തീർത്തും അബ്സോർപ്ഷൻ ഇല്ലാത്ത ടൈലാണ്. വെള്ളം വലിച്ചെടുക്കാത്ത വെട്രിഫൈഡ് ടൈല് വെള്ളം കിട്ടിയാൽ മാത്രം സെറ്റാവുന്ന സിമൻറ്റ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ ഒട്ടാതിരിക്കൊന്നുമില്ല ഒട്ടും. പക്ഷേ നമ്മുടെ സൈറ്റുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും, കൊട്ടുമ്പോൾ ഒരു ഹോളോ സൗണ്ട് വരും അല്ലേ, ടൈല് പൊന്തി വരാറുണ്ട്, പൊള്ളയ്ക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് വർക്കേഴ്സ് ചെയ്യുന്ന ടൈൽ ഒട്ടിക്കുന്നതിൻ്റെയോ സിമൻറ്റിൻ്റെയോ പ്രശ്നമല്ല. ആക്ച്വലി സിമൻറ്റ് അടിയിൽ ബോണ്ടാവാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്.